ഒക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപരാധങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഏവർക്കും ഈ പ്രിയപ്പെട്ടവന്റെ നമോ വാഗം. ആദ്യമായി ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. കമന്റ് ബോക്സിന്റെ തൊട്ടിപ്പറയെ തന്നെ ഒന്നിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും, അതിലും ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തേക്ക്, ഒന്നും നോക്കണ്ട, സ്കിപ്പ് ചെയ്തോ. കാണുന്നവർ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കുറച്ച് മുമ്പ് വേറൊരു യൂട്യൂബറിൻ്റെ വീഡിയോ ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അവർ വെച്ചിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ദുബായിലുള്ള ഏതോ ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഈ രേണുസുതിയെ പറ്റി. അപ്പോൾ രേണുസുതിയെ അവിടെ വെച്ച് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അവർക്കൊക്കെ ഒരു സംശയപ്പെടേ, രേണുസുതി ഈ ദുബായി വരുന്നത് വേറെ എന്തോ പരിപാടിക്കല്ലേ, അങ്ങനെ എന്തൊക്കെയോ അവർ കണ്ടു, ആ തരത്തിലുള്ള സംസാരങ്ങളൊക്കെ എനിക്കറിയാൻ പാടില്ല. സത്യമാണോ സത്യമല്ലേ നമുക്കറിയത്തില്ല. സത്യമാണോ സത്യമല്ലേ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു 100% ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് കല്ലെല്ലാം കൂടെ വാരിയിട്ട് രേണുവിനെ വലിച്ചെറിയാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ട ആളും അവരും കള്ളത്തരമാണ് ചെയ്യുന്നത് എന്നൊന്നും പറയാനായിട്ട് എനിക്ക് അധികാരമില്ല. ഇവരെ രണ്ടുപേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് കേട്ട് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംശയം വരും. ചിലതൊക്കെ സത്യമാണോ സത്യമല്ലേ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്കും തലയുണ്ടല്ലോ, നിങ്ങൾക്കും സ്വന്തമായിട്ട് ചിന്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് തരണ്ടേ? ഇട്ട് തരാം. അതുപോലെ തന്നെ എൻ്റെ പൊന്നു രേണുസുതി, നിങ്ങൾക്ക് മടുത്തു, നിർത്തിക്കൂടെ? മടുത്തൂടെ? മടുത്തില്ലേ? അങ്ങനെ ചോദിക്കണം അല്ലേ? മടുത്തില്ലേ? ഓരോരോ പ്രശ്നങ്ങൾ പുതുതായി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ ചേച്ചിക്ക് താല്പര്യമാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും, പുതിയ ഓരോ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാക്കണം. കാരണം ഇവർക്ക് കോണ്ടന്റ് വേണം. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ പുൾ ഔട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കാൻ ഇവർക്ക് കോണ്ടന്റ് വേണം. ഇപ്പോൾ അതാ പുതുതായിട്ട് ഇവരുടെ മോനും പിന്നെ ഇവരുടെ ചേച്ചിയുടെ മോനും കൂടെ ഉള്ളൊരു ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സാധനമൊക്കെ എഴുതിയിട്ടേക്കുന്നു. അത് കാണുന്ന എല്ലാവർക്കും അത്യാവശ്യം ബോധമുള്ളവർ മനസ്സിലാക്കാം. ഇവരടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ള റിയാക്ഷൻ ചാനലുകാരുണ്ട്. ഇവരിത് നോക്കുമ്പോഴത്തേക്ക് ഈ ചേച്ചി ചെയ്യുന്നത് തെമ്മാടിത്തരമല്ലേ എന്ന് തോന്നുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും അടുത്ത ഒരു ദിവസം ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരൻ വരുമ്പോൾ അവനെ കൊണ്ട് ഈ ഒരു കാര്യം ആ റിയാക്ഷൻകാരൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ചോദിപ്പിക്കുകയും ചെയ്ത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അടുത്ത കോണ്ടന്റ് ഉണ്ടാക്കി. ഇതാണ് ഇവരുടെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നും അല്ല. ഇത് മനസ്സിലാവും രേണു ചേച്ചി. പക്ഷെ ഇത് അധിക കാലം പോകത്തില്ല. നാട്ടുകാർ വെറുക്കും നിങ്ങളെ. നിങ്ങൾ വിചാരം നമ്മൾ ഈ തരുന്നതൊക്കെ പ്രൊമോഷനാണ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളത്. പക്ഷെ ആൾക്കാർക്ക് ഒരു പരിധിയിൽ കൂടുതൽ മടുത്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന പരിപാടി അങ്ങ് നിർത്തും. നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ ഈ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ഇടുന്നതും നിർത്തിയിട്ട് അങ്ങ് തട്ടിക്കളയും. അങ്ങനെ വരുമ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാർ പോലും മൈൻഡ് ചെയ്യത്തില്ല നിങ്ങളെ. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരണമെന്നാണ് ഞാൻ സത്യം പറഞ്ഞ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നശിച്ചു പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ മറ്റേ ഉദ്ഘാടനങ്ങളും വഴി നിങ്ങൾക്ക് പൈസ കിട്ടട്ടെ, നിങ്ങൾ ജീവിക്കട്ടെ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ തോന്നിവാസം നിൽക്കണമെങ്കിലും നമ്മളെപ്പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്ന പരിപാടി ഇല്ലാതാവണമെങ്കിലും നിങ്ങളുടെ വിഷയത്തിൽ ഇല്ലാതാവണമെങ്കിലും ഇതേ ഉള്ളൊരു മാർഗം, അത്രേ ഉള്ളൊരു മാർഗം. കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഒരു വോയിസ് ക്ലിപ്പ്, ഞാൻ അതിവിടെ കേൾപ്പിക്കാം. ഒരു വ്യക്തി ഇവരെ പറ്റി പറയുന്നതാണ്, നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടിയെ അവിടെ ഉണ്ടായിരുന്നു, രേണുസുതി. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണില്ലെന്ന്. പെണ്ണുങ്ങൾ മാസത്തിൽ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ പാപ്പിലോണിൻ്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. പണം എനിക്ക് ആവശ്യത്തിലധികമുണ്ട്, പക്ഷേ ഇല്ലാത്തത് ഉല്ലാസമാണ്. പ്രശ്നം അത് ഇപ്പൊ ശരിയായി തരാം. വാ, റെഡിയല്ലേ?
Nawabi fish rice. Rejected. Khichdi a la moon. Rejected. Shahi curd rice. ാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പോൾ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലർ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണു സുധിയെ വരഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലൂറിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഇപ്പം ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എന്നൊക്കെ ഞാൻ പറഞ്ഞു വരാം. അതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു കൊമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെതുണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറൊന്നും പറയണ്ട കേട്ടാ, സംഭവം ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇപ്പം എന്നെ പാവം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവളൊന്ന് ഓവറായി പോയി. അതാണ് കൂടുതലും ഒന്ന് വെറുത്തോണത്. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകുന്നത്, അത് ഷെബീന പറഞ്ഞത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം പല ഭാഗങ്ങളും ഇല്ലേ. ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ ഗ്യാങ് കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവൊന്നുമല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറേ കലാകാരന്മാരെല്ലാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളത്തെ ആഴ്ചയിൽ എങ്ങനെയാണ് നാട്ടിൽ പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷേ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ 2 പെമ്പിളാരെയും വെച്ചിട്ട് ഒരു തീരുപ്പം. അതിൻ്റെ 1 നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിൻ്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഇവളുടെ ഈ ബിസിനസ് ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്. അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോക്കകത്ത് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ്. ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതലും ഒന്നും പറയാതെ നമ്മളെ കാര്യം നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത്. ഇവർക്ക് ഈ ഒരുപാട് വലിയ വലിയ ഗ്യാങ്ങുകളാണ് ഇവരുടെ കസ്റ്റഡി. സത്യത്തിൽ ഞാൻ ഷെബീനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ ലാസ്റ്റ് ഇപ്പൊ ഷെബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ ഓക്കെ, മതി കൂടുതലൊന്നും വേണ്ട. ഒരു ലേഡിയുടെ എന്തോ സൗണ്ടാണ് അത്, പിന്നെ എന്തോ സ്പീഡ് കൂട്ടിയിട്ടോ അങ്ങനെ എന്തോ ആണ് കേൾപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ഒരുപാടൊന്നും വലിയ അഭിപ്രായങ്ങൾ അതിലില്ല. പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ ഒരു കാലം തൊട്ട് ഈ രേണു ദുബായിൽ ഈ ഇനാഗുറേഷന് പോകാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കൂടിപ്പോയ 2-3 ദിവസം അത്രയും നിർത്തിക്കുള്ളൂ. ഇനാഗുറേഷൻ കഴിഞ്ഞു, ചിലപ്പോൾ 1-2 ദിവസം നിർത്തി എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ, ഇല്ലെങ്കിൽ വേറെ തന്നെ അവർക്ക് വേറെ എവിടെയെങ്കിലും ദുബായിലാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഫുജറാണ് കൊണ്ടുപോകുന്നത്, ഇല്ലെങ്കിൽ എവിടെയാണ് റാസൽ ഖൈമയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് ഒരു 2-3 ദിവസം ബാക്കിയുള്ള ഏതെങ്കിലും എമിറേറ്റ്സിലൊക്കെ എന്തെങ്കിലും പ്രൊമോഷൻ വർക്ക് ഉണ്ടെങ്കിൽ അതുമൊക്കെ ചെയ്യിപ്പിച്ച് കൂടിപ്പോയ ഒരു 3-4 ദിവസം അത്രേ ഉണ്ടാവുള്ളൂ. ഒരാളെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രേ നിർത്തുള്ളൂ. പക്ഷെ രേണുവിൻ്റെ കേസിൽ അങ്ങനെ അല്ല. 10-14 ദിവസം
അതും ഈ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സ്ഥാപനത്തിന്റെ തന്നെ 1-2 വീഡിയോകൾ നമ്മൾ കാണും, കൂടിപ്പോയ 1-2 റീല് കാണും. അതല്ലാതെ ഈ ഡെയിലി മറ്റേ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് മറിച്ച് കാണിക്കാനായിട്ട് മാത്രം ഒന്നും നമ്മൾ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് രേണുവിന്റെ അക്കൗണ്ടിൽ രേണു കൊളാബ് ഇടുമല്ലോ. ഇത്തവണയൊക്കെ പോയപ്പോൾ എനിക്കൊന്ന് 2-3 വീഡിയോ അത്രേ ഉള്ളൂ. അതിന് 10-14 ദിവസം എന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് ഭൂരിഭാഗം ആളുകൾക്ക് സംശയം വരാനുള്ളൊരു കാരണം ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ പിടികിട്ടിയോന്ന് അറിയത്തില്ല, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്തിന്? ഞാൻ ചോദിച്ചത് സത്യമല്ലേ? എന്തിന് ഇത്രയും ദിവസം അവിടെ നിർത്തിക്കുന്നു? അതിൻ്റെ പുറകിൽ എന്താണ്? ഇവരെ ഏതെങ്കിലും ഒരു പബ്ബിൽ നിർത്തി ഇവർ ഡാൻസും പാട്ടും അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ വന്നങ്ങോട്ട് തള്ളിക്കയറും. ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോ. ഇവരെ അങ്ങനെ നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് തള്ളിക്കയറ്റമൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനകത്തൊരു മാർക്കറ്റിംഗ് ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്തിന്? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാൻ കുറേ ആയിട്ട്. ഇനി അടുത്ത ഒരു രേണു തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് കേട്ടോ. ഇതും കൂടെ പറയണം, ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി ഞാൻ ഒരു 1.5 മാസം സൂചിച്ചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടിയിട്ട് വൊമിറ്റ് ചെയ്ത് സൂചിച്ചേട്ടൻ ഇങ്ങനെ എല്ലാം തോലുമായിട്ട് 1 മാസം സൂചിച്ചേട്ടൻ വെള്ളം ഇറക്കാതെ നിന്നിട്ടുണ്ട്. എന്റെ ചേച്ചി, എന്റെ ചേട്ടന്റെ പപ്പയമ്മയാണ് സൂചിച്ചേട്ടനെ എടുത്താണ് കഞ്ഞിപിടി. ആരെയും ഞങ്ങൾ അറിയിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ സൂചിച്ചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, കിടക്കുമ്പോ നമ്മളിപ്പം ഭാര്യയും ഭർത്താവല്ലേ, ജസ്റ്റ് കെട്ടിപ്പിടിക്കുമ്പോ ഇതാരെ സൂചിച്ചേട്ടൻ, നമ്മള് ഈ സൂചിച്ചേട്ടൻ എന്തുവാ സൂചിച്ചേട്ടൻ ഇത്രയും ഒരു ഈർക്കല് പോലെയായിരുന്നു സൂചിച്ചേട്ടൻ. ആരെ അറിയിച്ചിട്ടില്ലോ. അന്നൊക്കെ എന്റെ അപ്പനൊക്കെ ഈ ജോലിക്കൊക്കെ പോയല്ലേ ഇദ്ദേഹത്തെ നോക്കിയത്. അന്നൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഈ പറയുന്ന ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആരും ഇല്ലായിരുന്നല്ലോ. ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. രേണു സുധി നെഗറ്റീവ് കമന്റ് ഇടുവോ, നെഗറ്റീവായിട്ട് നിങ്ങളെ പറ്റി പറയുകയോ അല്ല ചെയ്തത്. ഞാൻ അതിന് ആരുടെയും കയ്യിൽ നിന്ന് കൊട്ടേഷൻ ഒന്നും മേടിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. ചോദിക്കുന്ന കുറച്ച് മാന്യമായിട്ടുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ ന്യായീകരിക്കുന്ന എന്താ? ഇവരിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ കൊറോണ സമയത്ത് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറോണ സമയത്ത് കിച്ചുവിന്റെ അച്ഛൻ കൊല്ലം സുധി ആ വ്യക്തിയാണ് കടം മേടിച്ചിട്ട് രേണുവിന്റെ കുടുംബക്കാരെയും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കിച്ചു പറഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിന് ഇവന് വല്ല പണിക്കും പൊക്കൂടായിരുന്നു. ഇല്ലെങ്കിൽ കൊറോണ സമയമാണ്, പണിയില്ല, ഇവന് കടം മേടിക്കായിരുന്നല്ലോ. എല്ലാം മറ്റേ കൊല്ലം സുധി തന്നെ അങ്ങോട്ട് കടം മേടിച്ചിട്ട് എല്ലാവരെയും തീറ്റേണ്ട കാര്യം എന്താണ്? ഇത് മാന്യമായിട്ടുള്ളൊരു ചോദ്യമാണ്, എല്ലാവരും ചോദിച്ചു. അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് ഈ കൊടുക്കുന്നത്. അതിനുള്ള മറുപടി ഒരു എക്സ്ക്യൂസാണ്. കൊല്ലം സുധി ചേട്ടന് വയ്യാതെ വന്നു, 1 മാസം കിടപ്പിലായി. അപ്പൊ എന്റെ ചേച്ചിയും അച്ഛനും ഭർത്താവും ചേച്ചിയുടെ ഭർത്താവും എല്ലാവരുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. 1 മാസം അങ്ങേരെ നോക്കിയതിനാണോ കൊറോണ കാലം എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടായിരുന്നില്ലേ? ആ കാലം മൊത്തം അയാൾ കടം മേടിച്ച് നിന്നെയൊക്കെ പോറ്റിയത്. അല്ല, ഇത് പറയാൻ ഇച്ചിരി ഉളുപ്പുണ്ടോ ചേച്ചി? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒരു ഇച്ചിരി കഷ്ടം. എന്താണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധി ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. 2 പിള്ളേരുണ്ട്, ഒന്ന് റിതപ്പൻ, പിന്നെ ഒന്ന് രേണുവിന്റെ ചേച്ചിയുടെ കുഞ്ഞാണ്. ഈ ഒരു ഫോട്ടോ ഇട്ടിട്ട് രേണു എഴുതിയ ഒരു കാര്യമുണ്ട്, ഋതുക്കുട്ടനും ചേട്ടനും എന്നൊരു സാധനം എഴുതി. കമന്റിൽ ഒരുപാട് ആളുകൾ പലതും ചോദിച്ചു, ഋതുക്കുട്ടന്റെ ചേട്ടൻ കിച്ചു അല്ലേ? ആ തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇവിടെ ഈ പോസ്റ്റ് രേണു ഇടാൻ കാരണം ഇത്രയും കാലം ഇടാത്തൊരു സ്വന്തം ചേച്ചിയുടെ കൊച്ചും കിച്ചുവിനെ നിർത്തിക്കൊണ്ട് ഇത്രയും കാലമായിട്ട് ഒന്നും ഇട്ട് ഋതുക്കുട്ടനും ചേട്ടനും ഒന്നും പറഞ്ഞ് ആരും കണ്ടിട്ടില്ല. ഈ സാധനം ഇട്ടതിന്റെ ഉദ്ദേശം വേറൊന്നും അല്ല. ഇത് കാണുമ്പോൾ അടുത്ത ആൾക്കാരെടുത്ത് സംസാരിക്കണം. കണ്ടില്ലേ, കിച്ചുവിനെ ഒഴിവാക്കി, ആ പയ്യനെ വെച്ചിട്ട് അവന്റെ ചേട്ടനാന്നും പറഞ്ഞതേ സാധനം തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രേണുവിനെ പിന്നെ നമ്മളൊക്കെ എടുത്തിട്ട് വിമർശിക്കും. അടുത്ത ദിവസം ഏതെങ്കിലും ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിലോട്ട് രേണു അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് അവരോട് പറയും, അങ്ങോട്ട് തന്നെ പറയുമായിരിക്കും, മക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കണേ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു കൊടുക്കും. അവർ ചോദിക്കും, രേണു ചേച്ചി മോന് റിതപ്പൻ മറ്റേ ചേച്ചിയുടെ കൊച്ചുമായിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് എന്തൊക്കെയോ ആൾക്കാർ പറയുന്നല്ലോ കിച്ചുവിനെ ഒഴിവാക്കിയെന്ന്, എന്താ ചേച്ചി സത്യം? മക്കളെ അതെന്താന്ന് വെച്ചു കഴിഞ്ഞാ എന്ന് പറഞ്ഞ് രേണു അങ്ങോട്ട് കഥ തുടങ്ങും. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ് സത്യം പറഞ്ഞ ഈ സ്ത്രീയുടെ. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലായിട്ട് ഒരു കാരണവശാലും ഇവരുടെ ഇൻസ്റ്റഗ്രാമിലോ ഇവരുടെ പോസ്റ്റുകളുടെ അടിയിൽ കമന്റ് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? ചെയ്യാതിരിക്കുക. അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇനി വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്, പക്ഷെ ഇതിനൊരാൾ റിയാക്ട് ചെയ്തു, അതാണ് പ്രധാനം. നിങ്ങൾ ഇതൊന്ന് കാണും. 8 എന്തോ സംതിങ് അത്രയും പ്രായമുള്ളപ്പോഴാണ് തോന്നുന്നു സൂചിച്ചേട്ടൻ മരിക്കുന്നത്. അവൻ അറിവായ കൊച്ചല്ലേ? ആ സമയം മുതൽ ഇപ്പൊ അവന് 10, 22, 23 വയസ്സ് കാണുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഈ ഇത്രയും പ്രായം ഇപ്പോഴാണ് അവന് തോന്നിയത് അവൻ ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഈ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ആ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ഇപ്പോഴാണോ തോന്നിയത്?
ഈ യൂണിവേഴ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ശരിതെറ്റുകളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരാൾ അയാളുടെ ചൈൽഡ്ഹുഡിലോ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ട്രോമയൊക്കെ അനുഭവിക്കുമ്പം അത് അയാൾ അപ്പം തന്നെ പുറത്തു പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണോ അത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു അബ്സർഡ് തിങ്കിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു അബ്യൂസോ ട്രോമയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പം അതിൽ നിന്ന് ഓവർകം ചെയ്യാനും അത് ഫിഗർ ഔട്ട് ചെയ്യാനും അത് പുറത്ത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. കേട്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ, കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ. വളരെ വ്യക്തമായിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞു. കറക്റ്റ് കാര്യം, എനിക്കത് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം അന്ന് തന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ചിലപ്പോൾ അന്ന് പറയാൻ പറ്റും, ചിലപ്പോൾ കുറേ ഒരു ട്രോമയൊക്കെ ചിലപ്പോൾ കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ ഇത് മനസ്സിൽ നിന്ന് പോകത്തില്ല, പിന്നെ ആയിരിക്കും പറയാൻ തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 90% നേരത്തെ പറയായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാനും പറയാം. ഇപ്പോഴെങ്കിലും അവൻ പറഞ്ഞു, പോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല, വിട്ടുകളയുന്നു. എന്നാൽ ഈ വീഡിയോ അടിയിൽ വന്ന കമൻറ്റ് അതാണ് എന്നെ ത്രസിപ്പിച്ചത്. ആദ്യത്തേത് കിച്ചുവിൻ്റെ ഒരു കമൻറ്റ് ഉണ്ട്, ഒരു ഹാർട്ട്. അതിനുശേഷം ആദില നൂറ, നിങ്ങൾക്കറിയാം രേണുവിൻ്റെ കൂടെ ബിഗ് ബോസിലുണ്ടായിരുന്ന, അവർ പറഞ്ഞിരിക്കുകയാണ് വെൽ സെഡ് എന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയിട്ട് ബിഗ് ബോസിലെ താരങ്ങളുമായിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് സീസണിലെ താരങ്ങളുമായിട്ട് രേണുവിന് കണക്ഷനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ആരും അടുപ്പിക്കാൻ സാധ്യതയില്ല. ആരെങ്കിലും അടുപ്പിക്കുമോ ഈ ഒരു സാധനത്തിനെ? എനിക്ക് തോന്നുന്നില്ല. ആർക്കാണെങ്കിലും ഒരു മടിയായിരിക്കും. പിന്നെ കാണും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഒരു മെസ്സേജോ, അത്രേ ഉള്ളൂ. അതല്ലാതെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യമാണ്, ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് രേണുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവരൊരുപാട് നന്നായല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. അവർക്ക് നെഗറ്റീവ് റീച്ച്, അവരെ ആരൊക്കെയോ പറഞ്ഞങ്ങോട്ട്, എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ പണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുമോ? ഒരു പരിധി കഴിയുമ്പം തീരും, ഇത് അണയാനുള്ളതാ. മനസ്സിലായോ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.